ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേരളത്തിന്റെ തനത് രുചിയുള്ള പാവയ്ക്ക തീയലാണ്. കൈപ്പധികം തോന്നാതെ നല്ല കട്ടിയുള്ള ഗ്രേവിയോട് കൂടി ചോറിനൊപ്പം കഴിക്കാൻ പറ്റിയ ഒരു രുചികരമായ വിഭവമാണിത്. അപ്പോൾ സമയം കളയാതെ നമുക്ക് തയ്യാറാക്കാം. ആദ്യം തീയലിനുള്ള അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു പാനിലേക്ക് 1/4 മുറി തേങ്ങ ചിരകിയത്, 5 ചെറിയുള്ളി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് മീഡിയം തീയിൽ ഇളക്കി വറുത്തെടുക്കാം. ഈ ഒരു രീതിയിൽ വേണം ഇളക്കിയെടുക്കാൻ. തേങ്ങ നല്ല ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ ക്ഷമയോടെ ഇളക്കിക്കൊണ്ടിരിക്കണം. തേങ്ങ കരിയാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഘട്ടത്തിലാണ് തീയലിൻ്റെ യഥാർത്ഥ രുചിയും മണവും ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ വറുത്തെടുക്കുമ്പോൾ അതീവ ശ്രദ്ധ പുലർത്തേണ്ടതാണ്. ഇത് നന്നായി വറുത്തു പരുവമായാൽ തീ ഓഫ് ചെയ്ത് പൂർണ്ണമായും തണുക്കാൻ വയ്ക്കുക. ശേഷം മിക്സിയുടെ ജാറിൽ ചേർത്ത് നല്ല മിനുസമായി അരച്ച് എടുക്കണം. ഈ ഒരു രീതിയിൽ വേണം അരച്ചെടുക്കാൻ, എണ്ണ തെളിഞ്ഞു നിൽക്കുന്ന രീതിയിൽ. ഇനി ഇത് മാറ്റി വയ്ക്കാം. ഇനി മറ്റൊരു പാനിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടാകുമ്പോൾ കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചെറിയുള്ളി, കറിവേപ്പില, പച്ചമുളക് എന്നിവ ചേർത്ത് നല്ല സുഗന്ധം വരുന്നത് വരെ വഴറ്റുക. ഈ ഒരു രീതിയിൽ വഴറ്റിക്കൊടുത്തതിന് ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന പാവയ്ക്ക ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി വഴറ്റിക്കൊടുക്കാം. ഇതാ നോക്കൂ, പാവയ്ക്ക ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറുന്നത് വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് പുളിവെള്ളം ചേർത്ത് പാവയ്ക്ക നന്നായി വേവിച്ചെടുക്കാം. ഇതാ നോക്കൂ, പാവയ്ക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇനി മീഡിയം തീയിൽ എണ്ണ തെളിഞ്ഞു മുകളിലേക്ക് വരുന്നത് വരെ തിളപ്പിക്കാം. ഈ സമയം ഇടയ്ക്കിടെ ഇളക്കി കൊടുക്കാൻ മറക്കരുത്. അവസാനമായി ഒരു ചെറിയ പാനിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക്, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ഉപയോഗിച്ച് ഒരു താളിപ്പ് തയ്യാറാക്കി തീയലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതാ നോക്കൂ, നമ്മളുടെ പാവയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായാൽ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം. ഇത്തരം നാടൻ രുചിക്കൂട്ടുകൾ കാണാൻ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും ഷെയർ ചെയ്യാനും മറക്കല്ലേ. വീഡിയോ കണ്ടതിൽ ഒരുപാട് നന്ദി. അടുത്തൊരു രുചികരമായ റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക്